മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമാണ് കൽക്കി എന്നാണ് വിശ്വാസം. ദേവദത്തനെന്ന വെള്ളക്കുതിരയിൽ സഞ്ചരിക്കുന്ന, കയ്യിൽ തിളങ്ങുന്ന വാളും ചക്രവുമുള്ള മനോഹര രൂപനായിട്ടാണ് കൽക്കിയെ ഐതിഹ്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കലിയുഗത്തിന്റെ അധിപനായ കലിയെ വധിക്കുകയാണ് കൽക്കിയുടെ പ്രധാന അവതാരലക്ഷ്യം. ഇന്ത്യയുടെ ഉത്തരഭാഗത്ത് സംഭാലമെന്ന ദേശത്ത് വിഷ്ണുയശാവിന്റെയും സുമതിയുടെയും പുത്രനായിട്ടാണ് കൽക്കി ജനിക്കുകയെന്ന് പുരാണങ്ങളിൽ പറയുന്നു. പദ്മാവതി, രാമ എന്നിങ്ങനെ 2 രാജകുമാരിമാരെ കൽക്കി വിവാഹം കഴിക്കും. 4 ആൺമക്കളും കൽക്കിക്കുണ്ടാകും. ഭൂമിയിലെ ചിരഞ്ജീവികളിലൊരാളായ പരശുരാമൻ കൽക്കിക്ക് യുദ്ധതന്ത്രങ്ങളും ആത്മീയ പാഠങ്ങളും ഉപദേശിച്ചുകൊടുക്കും എന്നാണ് വിശ്വാസം. അതീവ ശേഷിയുള്ള ആയുധങ്ങൾ കൽക്കിക്ക് നൽകുന്നത് പരമശിവനാണെന്ന് പുരാണങ്ങളിൽ പരാമർശമുണ്ട്. ഭൂമിയിൽ സത്യയുഗം സ്ഥാപിച്ച് സാത്വികമായ മാനുഷിക മൂല്യങ്ങൾ സ്ഥാപിച്ച ശേഷം ഭഗവാൻ കൽക്കി അവതാരോദ്ദേശ്യം പൂർത്തിയാക്കി വൈകുണ്ഠത്തിലേക്ക് തിരികെ പോകും എന്നാണ് വിശ്വാസം. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.